അടുത്ത സീനിൽ ഒരു ഹോട്ടലിലെ സ്റ്റാഫൊക്കെ രാവിലെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ പുതിയ കുറേ ഗസ്റ്റുകളും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. റാഹിയും ടീമും സാധാരണ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും വരാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ മാക്സിമം അഭിനയിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഇല്ല എന്നുള്ള കാര്യം ആ ഒരു ഹോട്ടലിലെ സ്റ്റാഫ്സ് സ്വയം ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് മിസ് ഗോ നേരെ എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, ബാക്കിയുള്ളവരെവിടെ? നമ്മളോട് എല്ലാവരോടും രാവിലെ റെഡിയായിട്ട് 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വരാനില്ലായിരുന്നു പറഞ്ഞത്, എന്നിട്ട് അവരെന്താ വരാത്തത് എന്നൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രാഹി നേരെ മാനേജറിനോട് പറയുകയാണ്, അവരെല്ലാവരെയും ഫോൺ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ. അവർ ചിലപ്പോൾ ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഫിറ്റായിട്ടായിരിക്കും കിടന്നത്, അത്രയ്ക്കും ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടായിരിക്കും അവർ എണീക്കാൻ ലേറ്റ് ആവുന്നത് എന്നും ഒന്നും അറിയാത്ത മാതിരി സംസാരിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് പോയ മാനേജർ കുറച്ച് കഴിഞ്ഞ് ഓടി തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയാണ്, ഗസ്റ്റിനെ ആരെയും റൂമിൽ കാണുന്നില്ല, കൂടാതെ അവരെ ഫോൺ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നുമില്ല. അവരെ ഞാൻ ഈ ഹോട്ടലിൽ ഫുള്ള് തപ്പി, അവരിവിടെ എവിടെയും ഇല്ല. മാനേജർ പറയുന്നത് കേട്ടിട്ട് വളരെ ഷോക്കായത് മാതിരി അഭിനയിക്കുകയാണ് റാഹി. പക്ഷെ ഇന്നലെ പാർട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും 11 മണിക്ക് തന്നെ തിരിച്ചു പോയതാണല്ലോ എന്ന് റാഹി പറയുകയാണ്. അന്നേരം മോനെ ചോദിക്കുകയാണ്, ആരെല്ലാം ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ്, ഇല്ല, ആരും തന്നെ ചെക്കൗട്ട് ചെയ്തിട്ടില്ല, അവരുടെ സാധനങ്ങളെല്ലാം റൂമിൽ തന്നെയുണ്ട്, പക്ഷെ അവരെ മാത്രം കാണാനില്ല എന്ന് പറയാണ്. അടുത്ത സീനിൽ വേറൊരു ഡിറ്റക്റ്റീവ് വന്നിട്ട് ഇവരെല്ലാവരും ചോദ്യം ചെയ്യുന്നൊരു സീനാണ് കാണിക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഡിറ്റക്റ്റീവിനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്നത് പറയണം എന്ന് നേരെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റാഹിയോട് ചോദിക്കുന്നതിന് റാഹി ഉത്തരം പറയാണ്, പാർട്ടിക്ക് ശേഷം ഒരു 12 മണിയോടെ എല്ലാവരും തന്നെ റൂമിലേക്ക് തിരിച്ചു പോയിരുന്നു. അതിനുശേഷം മോനിയുടെ അടുത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അടുത്ത മോനെയാണ് കാണിക്കുന്നത്. അവൾ പറയാണ്, റാഹി മാം പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ജിമ്മിലേക്ക് പോയി. ജിമ്മിൽ പോയപ്പോൾ മിസ് ഗോനെ അവിടെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നീട് ജിൻമോയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഡിറ്റക്റ്റീവ് ചോദിച്ചത് ജിൻമോയുടെ ബോട്ടിൻ്റെ കാര്യമായിരുന്നു. ജിൻമോയുടെ പേരിലുള്ള ബോട്ട് ആ ഒരു ഐലൻഡിൻ്റെ അടുത്ത് വെച്ച് കിട്ടിയല്ലോ എന്നാണ് ചോദിച്ചത്. അതേ ബോട്ടിലായിരുന്നു ആ 33 പേരും ആ ഒരു ഐലൻഡിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അവർ ആ ഐലൻഡിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഒരു ബോട്ട് അടുപ്പിക്കാനായിട്ട് മറന്നതുകൊണ്ട് തന്നെ അത് നേരെ തിരിച്ച് സെയിൽ ചെയ്ത് കടലിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പിന്നെ ആ ഐലൻഡിൻ്റെ അടുത്ത് തന്നെ എത്തി എന്ന് ജിൻമോ ആശ്ചര്യപ്പെടുകയാണ്. ഡിറ്റക്റ്റീവ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ആ ഒരു ബോട്ട് യൂസ് ചെയ്ത് ഐലൻഡിലേക്ക് പോയിരുന്നോ എന്ന് ചോദിക്കുമ്പം ജിൻമോ പറയാണ്, ഇല്ല, ഞങ്ങളിപ്പോൾ പാർട്ടി കഴിഞ്ഞിട്ട് നേരെ മുറിയിൽ വന്ന് കിടന്നിരുന്നു. പക്ഷേ രാത്രിയിൽ എനിക്ക് യുങ്ജുനൊരു കോൾ വന്നിരുന്നു, അവന് ബോട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആ ബോട്ട് തരാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ അറിയാതെ അവൻ ആ ബോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. പിന്നീട് കാണിക്കുന്ന ഡോക്ടർ ചായയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. പാർട്ടിക്ക് ശേഷം ഞാൻ മുറിയിൽ വന്ന് ഉറങ്ങാനായിട്ട് കിടന്നിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും യോങ്ജു എൻ്റെ റൂമിൽ വന്ന് തട്ടിയിട്ട് നമുക്കെല്ലാവർക്കും ആ ഒരു ഐലൻഡിൽ പോയിട്ട് പാർട്ടി ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വരുന്നില്ലെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് കാണിക്കുന്ന മിസ് ഗോയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. കുറച്ച് നേരം ഞാൻ ജിമ്മിൽ പോയിരുന്നു ആ പാർട്ടിക്ക് ശേഷം. അന്നേരം ഹൻമോനെ അവിടെ വെച്ച് കാണുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മുറിയിൽ വന്ന് കിടക്കുകയും ചെയ്തു. അപ്പോൾ യോങ്ജു ഇങ്ങനെ എല്ലാവരുടെയും മുറിയിൽ ചെന്ന് തട്ടിയിട്ട് ആ ഒരു ഐലൻഡിലേക്ക് പോയി പാർട്ടി ചെയ്യുന്ന കാര്യം സംസാരിക്കുന്ന കേട്ടിരുന്നു. പക്ഷേ ഞാനിങ്ങോട്ടും പോയിട്ടില്ല. പിന്നീട് ദോഹ്യുക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അവനും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നീട് ഡിറ്റക്റ്റീവ് നാം ആ കൂട്ടത്തിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് പോലും അയാളെ ചോദ്യം ചെയ്യുകയാണ്. നാം പറയാണ്, ഞാൻ ആ ഒരു പാർട്ടിയിൽ പോലും വളരെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഞാൻ എൻ്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങുമായിരുന്നു. പിന്നീട് ആ ഒരു ചോദ്യം ചെയ്യുന്ന ഡിറ്റക്റ്റീവിനെ നാം വഴക്ക് പറയാണ്, നീ എന്തുവായി കാണിക്കുന്നത്? ഇവിടെയുള്ള കുറ്റം ചെയ്യാത്ത ആൾക്കാരെ ചോദ്യം ചെയ്യുന്നതിന് പകരം ആ കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കൂ, ഇങ്ങനെയാണ് ഒരു പോലീസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യം ചെയ്യാൻ ദേഷ്യപ്പെടുകയാണ്. ഇത് കേട്ടിട്ട് ആ ഡിറ്റക്റ്റീവ് പ്രത്യേകിച്ചൊന്നും പറയാതെ നേരെ ഒരു ഫോട്ടോ എടുത്തിട്ട് നാമിനെ കാണിക്കുകയാണ്. ഇത് കണ്ടോ, 28 പേരുടെ ബോഡി, ഇവിടെ നിന്ന് കാണാതായ 28 പേരുടെ ബോഡി ഞങ്ങൾക്ക് ആ ഒരു ഐലൻഡിൽ വെച്ച് കിട്ടി. അതും സാധാരണ രീതിയിലൊന്നും ആയിരുന്നില്ല, ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ആ ബോഡികൾ. പിന്നീട് എല്ലാവരുടെ റൂം ചെക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. യോങ്ജുൻ്റെ റൂമിൽ നിന്ന് പോലീസുകാർക്ക് ഡ്രഗ്സിൻ്റെ പാക്കറ്റ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഡിറ്റക്റ്റീവ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അതേ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് അവർ കണ്ട കാര്യങ്ങൾ പറയാനായിട്ട് പറയാണ്. അപ്പോൾ അവർ പറയാണ്, സാധാരണ വരുന്നതിനേക്കാൾ അരമണിക്കൂർ മുമ്പേ ഞാനിന്ന് വന്നിരുന്നു. ആ സമയത്ത് മിസ് ഗംറാഹി എന്തൊക്കെയോ ഡ്രസ്സുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അതിനും ഗംറാഹിക്ക് ന്യായീകരണമുണ്ടായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് മോനിയുടെ റൂമിൽ പോയ സമയത്ത് അവളുടെ സ്യൂട്ട് കേസ് ആരൊക്കെയോ തപ്പി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആരോ അതിലെന്തോ സെർച്ച് ചെയ്തിട്ടിട്ടിരിക്കുന്ന പോലെ.
കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളും ഞാൻ കൂട്ടിയിട്ട് കത്തിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് ആ ഒരു ഡ്രസ്സ് കത്തിക്കുന്നതായിട്ട് ഈ ഒരു സ്റ്റാഫ് കണ്ടത്. ആ സമയം ആ ഒരു ഡിറ്റക്റ്റീവ് വേറൊരു പാക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഒരു ജെൻസിൻ്റെ ഒരു ഹാൻഡ് കർച്ചീഫ് മൊന്നയുടെ ഡ്രസ്സുകളുടെ ഇടയിൽ എങ്ങനെ കിട്ടും? റാഹി ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ആ ഒരു മൗനം കണ്ടിട്ട് ഡിറ്റക്റ്റീവ് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഇന്നലെ രാത്രി ആ ഒരു ഐലൻഡിൽ പോയിരുന്നില്ലേ? അവിടെ എന്തോ സ്ട്രേഞ്ചായിട്ട് സംഭവിച്ചു. അതിൻ്റെ എവിഡൻസ് നശിപ്പിക്കാനായിട്ടല്ലേ ഇന്ന് രാവിലെ നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കത്തിച്ചത്? ഉള്ളതുപോലെ എല്ലാവരും തന്നെ തുറന്നു പറയണം. ആരും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനും സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് അവിടേക്ക് മാത്യു ലീ വരുന്നത്. ആ ഒരു ഹാൻഡ് കർച്ചീഫ് മറ്റാരുടെ അല്ല, എൻ്റെയാണ്. ഞാനത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടിരുന്നു. അതായിരിക്കും അവർ കൂട്ടി കത്തിച്ചത്. അന്നേരം ഡിറ്റക്റ്റീവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണത് ആ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടത്? അപ്പം അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ആ മാത്യു ചോദിക്കുന്നത്. ഞാൻ കേട്ടു നിങ്ങൾ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പുറപ്പെടുകയാണെന്ന്. ഈ ഒരു ഇവൻ്റ് തന്നെ സ്പോൺസർ ചെയ്ത ഞാനാണ്. അങ്ങോട്ടേക്ക് ഞാനും വരുന്നുണ്ട്. നാമും കൂടാതെ റാഹിയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നാം ഓൾറെഡി ഒരു പോലീസ് ഓഫീസറാണ്. റാഹി ആ ഒരു ഷോയുടെ ഹോസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാനും വരുന്നുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം ആ ഒരു ഐലൻഡിലേക്ക് പോകാതെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒരു റൂമിൽ ഒത്തുകൂടിയിട്ട് അവരുടെ റൂമിൽ അതാത് റൂമുകളിൽ കിട്ടിയ മെസ്സേജസിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും ആരായിരിക്കും ആ ഒരു സീക്രട്ട് മെസ്സേജ് എല്ലാവർക്കും വേണ്ടി വിട്ടത്? മോനെ അന്നേരം മനസ്സിലാലോചിക്കുന്നത് ജിൻമോ, ചാ അല്ലെങ്കിൽ മിസ് ഗോ ആണ്. ഇവർ മൂന്നുപേരിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്ന് അവൾ സംശയിക്കുകയാണ്. മിസ് ഗോ ആലോചിക്കുകയാണ്, എൻ്റെ ആ ഒരു സീക്രട്ട് ദാമിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ആരായിരിക്കും അത് ചെയ്തത്? പിന്നീട് ഡോക്ടർ ചാ ആലോചിക്കുകയാണ്, ഉറപ്പായിട്ടും ഇത് ആ ഒരു റാഹിയുടെ പരിപാടിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബങ്ങിൻ്റെ കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ. ഈ സമയം ആ ഒരു ഐലൻഡിലേക്ക് പുറപ്പെട്ട ആൾക്കാരെയാണ് കാണിക്കുന്നത്. റാഹി നേരെ മാത്യുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, ആ ഒരു ഹാൻഡ് കർച്ചീഫ് നിങ്ങളുടെ അല്ലാഞ്ഞിട്ട് കൂടി എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്? അപ്പോൾ മാത്യു പറയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്. ചില സമയത്ത് ഈ ഒരു പോലീസുകാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തൂങ്ങിപ്പിടിച്ച് കുറ്റക്കാരല്ലാത്തവരെ കുറ്റക്കാരാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. റാഹി ഈ സമയം ആ ഒരു ഹാൻഡ് കർച്ചീഫ് ആരുടെയാണ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് മാത്യു പറയാണ്, വേണ്ട, എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. ആ ഒരു ഐലൻഡ് ഇപ്പം പകൽ വെളിച്ചത്തിൽ കാണുന്ന അവർ ശരിക്കും ഞെട്ടിപ്പോവാണ്. കാരണം ആ ഒരു തലേദിവസം രാത്രിയിൽ അവർ കണ്ട രീതിയിലേ ആയിരുന്നില്ല ആ ഒരു ഐലൻഡ്. വളരെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം അവർ കണ്ട രീതിയിലുള്ള മനോഹരമായുള്ള കാഴ്ചകളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. നാം നേരെ റാഹിയുടെ അടുത്ത് വന്ന് പറയാണ്, ഇതൊക്കെ നമ്മൾ ആ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് തോന്നിയിരുന്നതായിരുന്നു, അല്ലാതെ ഒറിജിനലായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഐലൻഡ് ഇരുന്നത് എന്ന് പറയാണ്. റാഹി വേറൊരു കാര്യം കൂടെ കണ്ടിട്ട് ഞെട്ടുകയാണ്. ആ ഒരു യോങ്ജുൻ്റെ ബോഡി അവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ഗുഹ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഗുഹ ഇപ്പോൾ അവിടെ കാണാനില്ല. അതേസമയം ഹോട്ടലിലുള്ള ബാക്കിയുള്ളവരുടെയും കോൺവെർസേഷൻ ഇത് തന്നെയായിരുന്നു. ആ ഒരു ബോഡീസ് എങ്ങനെ ഒരേ സ്ഥലത്ത് കൂട്ടിയിട്ട രീതിയിൽ കാണപ്പെട്ടു? പലരും പല സ്ഥലത്തായിരുന്നില്ലേ മരിച്ചത്? പിന്നെ എങ്ങനെ അവരെല്ലാവരും കൂടി രാവിലെ ആയപ്പോൾ ഒരേ സ്ഥലത്ത് ബോഡീസ് വന്നു? തുഹുക്ക് ഈ സമയം പറയാണ്, നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ദാമിയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതൊരു കോയിൻസിഡൻസ് ആവാനായിട്ട് ഒരു വഴിയില്ല. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ മൊത്തം സംഭവിച്ചത് എല്ലാം ആ ദാമി മരിച്ച ദിവസമായിരുന്നു. ഈ സമയത്ത് മോനിക്കും മിസ് ഗോയ്ക്കും ദാമിനെ അറിയാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. കാരണം അവർ രണ്ടുപേരും ഹൈസ്കൂൾ സെയിം ആയിരുന്നു. കൂടാതെ മിസ് ഗോ ദാമിയുടെ ക്ലാസ് ടീച്ചറും കൂടിയായിരുന്നു. പക്ഷേ ഈ സമയത്ത് ജിൻമോയും ഡോക്ടർ ചായും ദാമിയെ അറിയില്ല എന്ന് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരായിട്ട് ദാമിയോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഐലൻഡിലെ സീൻ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ ഡിറ്റക്റ്റീവ് നാമിൻ്റെ അടുത്ത് ആ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ വന്നിട്ട് പറയാണ്, ഇവിടുന്ന് ഞങ്ങൾക്ക് ഡ്രഗ്സിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ വെച്ച് ഒരു ഡ്രഗ് പാർട്ടി നടന്നിട്ടുണ്ടാവാം. ആ ഒരു ഡ്രഗ്സിൻ്റെ എഫക്റ്റിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലേണ്ടി വന്നതാവാം അതിൻ്റെ ഔട്ട്കം. അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി മരിച്ചതാവാനാണ് സാധ്യത. ആ സമയത്ത് മാത്യു ചോദിക്കുകയാണ്, ശരിക്കും 29 പേരെ കാണാതെ പോയിട്ടുണ്ടല്ലോ, പക്ഷെ നമുക്ക് കിട്ടിയ ബോഡീസ് എന്ന് പറയുന്നത് 28 ആ ഒരു സമയം ആ ഒരു പോലീസ് ഓഫീസർ പറയാണ്, യോങ്ജുൻ്റെ ബോഡി ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു സമയം വേറൊരു ഡിറ്റക്റ്റീവ് അവിടെ വന്നിട്ട് പറയാണ്, ഈ കിട്ടിയിരിക്കുന്ന ബോഡീസ് എല്ലാവരുടെയും തന്നെ കഴുത്ത് ഒടിഞ്ഞ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് ചിലപ്പം ബ്ലിക്ക എന്ന പേരുള്ള ഒരു ഡ്രഗ്സിൻ്റെ എഫക്റ്റ് ആവാനാണ് സാധ്യത. അതിന് സോംബി ഡ്രഗ് എന്നും വിളിക്കപ്പെടാറുണ്ട്. ആ ഒരു ബ്ലിക്ക ഡ്രഗ്സ് എന്ന പേര് കേട്ട നാം പെട്ടെന്ന് ഓർക്കാണ്, ഇതേ ഡ്രഗ് തന്നെയായിരുന്നു അയാൾ മിസ്റ്റർ ലീയെ കൊടുക്കാനായിട്ട് 5 വർഷം മുന്നേ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് റാഹിയും നാമും കൂടി വേറൊരു സ്ഥലത്തേക്ക് ബാക്കിയുള്ളവരുടെ കൂടെ പോവാണ്.
അവിടെ വെച്ചായിരുന്നു ആ ഒരു കളർഫുള്ളായിട്ടുള്ള തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പൂക്കൾ അവർ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് വെറും മരങ്ങളും ചെടികളും മാത്രമാണ്, വേറെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ദോഹ്യുക്കിനെയാണ് കാണിക്കുന്നത്. അവൻ ആരെയോ വിളിച്ചിട്ട് മോനയുടെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് പൈസയും ചോദിക്കുന്നുണ്ട്. പിന്നീട് റാഹിയും നാമും ബാക്കി ഡിറ്റക്റ്റീവ്സ് എല്ലാവരും കൂടി വേറൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ചായിരുന്നു ആ ഒരു ചെളിയുടെ കുളം അവർ തലേദിവസം കണ്ടിരുന്നത്. പക്ഷേ ഈ സമയത്ത് അവിടെ നോക്കുന്ന സമയത്ത് സാധാരണ വെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയൊരു കുളം പോലെയുള്ള ഒരു സ്ഥലം മാത്രമേ അവിടെ കാണാനുള്ളൂ. മാത്യു അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വള തപ്പിയെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഒരു വള കണ്ട റാഹി അത് തന്നെയാണല്ലോ എന്ന് ആലോചിക്കുകയാണ്. കൂടാതെ അതേ വള ഉപയോഗിച്ചിട്ടാണ് തലേദിവസം ആ ഒരു ചെളിയിൽ പെട്ടുപോയ സമയത്ത് ആരെയോ വധിക്കാനായിട്ട് അവൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവർ ഒരു ഹോട്ടലിലേക്ക് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ളവരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ്. അവർ കണ്ട രീതിയിലുള്ള ഒന്നും തന്നെ ആയിരുന്നില്ല അവിടെ ഇവർ രാവിലെ ചെന്നപ്പോഴേക്കും കണ്ടിരുന്നത് എന്ന് പറയാണ്. അവർക്കെല്ലാവരും ആ ഒരു ബോഡീസിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതേ ഗുഹയിൽ വെച്ച് തന്നെ വവ്വാലുകൾ അറ്റാക്ക് ചെയ്ത് മരിച്ച ആൾക്കാരുടെ ശവശരീരങ്ങൾ ആ ഒരു ഡിറ്റക്റ്റീവ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അതേ ഗുഹ എന്ന് കരുതി അവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന യോങ്ജുൻ്റെ ബോഡി അവിടെ തന്നെ കാണാതിരുന്നത്? അതേ സ്ഥലത്ത് നിന്ന് ബാക്കിയുള്ള ബോഡീസ് കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് യോങ്ജുൻ്റെ ബോഡി കിട്ടിയിട്ടില്ല എന്നവർ ആലോചിക്കുകയാണ്. ഹൻമുനി ഈ സമയം അവളുടെ മൊബൈൽ ചെക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം അവൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരെയോ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആരെയായിരുന്നു എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഫോൺ നോക്കുന്ന അവൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. ആ ഒരു ഫോണിൽ അങ്ങനെ വിളിച്ചതായിട്ടുള്ള ഒരു കോൾ റെക്കോർഡിങ് ഉണ്ടായിരുന്നില്ല, കോൾ ഹിസ്റ്ററിയെ കാണുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയം അവർ ആലോചിക്കുകയാണ്, ഹെൽപ്പിനായിട്ട് ഹൻമുനി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗാർഡ് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു ഗാർഡ് അവിടെ എങ്ങനെ എത്തി എന്ന് ആലോചിക്കുകയാണ്. ആ ഒരു ഗാർഡും അവരുടെ ഇമാജിനേഷൻ ആവാനായിട്ട് സാധ്യതയില്ലല്ലോ, കാരണം അയാളുടെ ഹാൻഡ് കർച്ചീഫ് തന്നെയല്ലേ ആ ഒരു ഡിറ്റക്റ്റീവ്സിനെ രാവിലെ കിട്ടിയിരുന്നത് എന്നൊക്കെ അവർ ആലോചിച്ച് ആകെ വട്ടായിട്ടിരിക്കുകയാണ്. വളരെ സ്ട്രെസ്ഡ് ഔട്ടായിട്ട് ഹൻമുനി ഈ സമയം പറയുകയാണ്, ഇതൊക്കെ ആ ഒരു ബാങ്ദാമിയുടെ കേഴ്സാണ്, അവളുടെ ശാപമാണ്, അതുകൊണ്ടാണ് നമ്മൾക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ഒരു സമയം പെട്ടെന്ന് അവിടേക്ക് മാത്യു ലീ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഒരു പോലീസ് ഓഫീസേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാം, ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിപ്പിക്കും. ആ ഒരു അവസരം പാഴാക്കാതെ റാഹി നേരെ മാത്യുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഒരു തിക്കിത്തക്ക ആപ്പിൻ്റെ സിഇഒയുടെ പൊസിഷൻ്റെ കാര്യം ചോദിക്കുകയാണ്. അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ കൂടി കിട്ടിയ അവസരം മുതലാക്കാനായിട്ടായിരുന്നു റാഹി ശ്രമിച്ചിരുന്നത്. പോണ വഴി മാത്യുവിനെ പിടിച്ചു നിർത്തിയിട്ട് തിക്കിത്തക്കയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അവളെ എടുക്കാമോ എന്ന് അവൾ അഭ്യർത്ഥിക്കുകയാണ്. ആ സമയം റാഹിയെ ഡിസപ്പോയിൻ്റ് ചെയ്ത രീതിയിൽ മാത്യു പറയുകയാണ്, സോറി, ഞാൻ ആ ഒരു പൊസിഷൻ വേറൊരാൾക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ജെജു ഐലൻഡിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരെയാണ് പിന്നീട് കാണിക്കുന്നത്. മൊനയൊക്കെ അവളുടെ ഏജൻസിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഫുൾ റിപ്പോർട്ടേഴ്സുമായിട്ട് കവേർഡായിരുന്നു. കാരണം മാസ് കില്ലിംഗ് എന്ന രീതിയിൽ അവിടെ എല്ലാവരും മരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊനയുടെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൊനയുടെ ഇവൻറ്റിന് പങ്കെടുത്ത അത്രയും പേരാണ് ഒരു കൂട്ടക്കൊലയ്ക്ക് ഇരയായിരിക്കുന്നത്. റാഹി നൈസായിട്ട് മോനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് റിപ്പോർട്ടേഴ്സിനോട് പറയാണ്, മോനയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മോനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ഈ സമയത്ത് റാഹിയുടെ ഏജൻസിക്ക് ഉള്ളിൽ നമുക്ക് 3 പെൺകുട്ടികളെ കാണാൻ പറ്റും. അതേ 3 ബുള്ളി പെൺകുട്ടികളായിരുന്നു ഹൻമോനയുടെ ഹൈസ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ആൾക്കാർ. യൂജിനും കിമ്മും ജിയ ആയിരുന്നു അത്. ജിയ ആയിരുന്നു അന്ന് മിസ്സസ് ലീ വന്നിട്ട് ദാമിയുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോഴേക്കും ഹൻമോനിക്കെതിരെ മിസ്സസ് ലിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. അവർ 3 പേരും ഇപ്പോൾ മോനയുടെ സ്റ്റാഫ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഏജൻസിയിൽ തന്നെ. മോനെ ഇതുവരെ ഈ ഒരു കാര്യത്തിൽ അവളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് വളരെ നെഗറ്റീവ് കമൻസ് ആയിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. കൂടാതെ അവൾ സൈൻ ചെയ്തിരുന്ന അഡ്വർടൈസ്മെൻറ്റ് കമ്പനീസൊക്കെ അവളുമായിട്ടുള്ള കോൺട്രാക്റ്റ് റദ്ദാക്കുമെന്ന് അറിയിച്ചിരുന്നു. സീൻ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്ന ഹൻമുനിയാണ്. അവൾ റാഹിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ദാമിയുടെ ഓർമ്മകളൊക്കെയായിരുന്നു അവൾക്ക് സ്വപ്നങ്ങളായിട്ട് വന്നിരുന്നത്. ആ ഒരു സമയം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അവൾ സ്വപ്നം പോലെ കാണുന്ന ഒരു സീനാണത്. ആ ഒരു സീനെന്ന് പറഞ്ഞാൽ ദാമിയുടെ ലൈവ് സ്ട്രീമിംഗ് നടന്നിരുന്ന ആ ഒരു ദിവസത്തെ കാഴ്ചകളായിരുന്നു. അന്നത്തെ ദിവസം തന്നെയാണ് ദാമിയെ കാണാതെ പോയത്. ആ ഒരു സമയത്ത് ദാമിയെ ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടി പോവാതിരിക്കാനായിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് ഹൻമുനി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ദാമി എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹൻമുനി അവിടെ ഇരുന്നൊരു കല്ലെടുത്തിട്ട് ദാമിയുടെ തലക്കിട്ട് അടി വെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹൻമുനി ഞെട്ടി എണീക്കുകയാണ്. ആ ഒരു സമയത്ത് അവളുടെ മുന്നിലായിട്ട് ദാമി നിൽക്കുന്ന പോലെ തോന്നിയിട്ട് അവൾ കിടന്ന് അലറുകയാണ്. പെട്ടെന്ന് റാഹി എണീറ്റ് വന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. റാഹിയുടെ ആ ചോദ്യത്തിന് ഹൻമുനി ഉത്തരം പറയുകയാണ്, അതായത് ഭങ് ദാമിയെ കൊന്നത് ഞാനാണ്.
ഈ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.